ഇതൊന്നുമില്ല, ഗ്യാസിന്റെയാണ്. ഈ മരുന്നേ വെറും വയറ്റില് ഒരു 5 ദിവസം കഴിക്കേ. ഈ മനസ്സിലെന്തേലും പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ഡോക്ടറെ? ഇപ്പൊ എന്താ മനസ്സിന് ഇത്ര പ്രയാസം? അത് ഈ കല്യാണം ഒന്നും അങ്ങോട്ട് ശരിയാകണില്ലേ. 2-3 ആലോചന അടുക്ക പിടിക്ക വന്നതാണ്, പക്ഷെ അതങ്ങോട്ട് മുടങ്ങി പോണം. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ എന്നും ഗ്യാസ് ആയിരിക്കുമല്ലോ. ആ ഡോക്ടറുടെ കല്യാണം അങ്ങോട്ട് ശരിയാകണില്ല എന്ന് പറഞ്ഞു കേട്ട്. ഒന്നും പറയണ്ട, അച്ഛനെ ഓരോ പിടിവാശിയാണ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MD എടുത്ത ആളെ കൊണ്ട് എന്നെ കെട്ടിക്കോളന്ന് വാശിയില്ല. അത് ശരി. അപ്പൊ സത്യേട്ടനും അങ്ങനെ നിർബന്ധമൊക്കെ ഉണ്ടാ? പിന്നെ എത്ര കല്യാണാലോചന വന്നെന്നറിയാമോ? അപ്പൊ ഡോക്ടർക്ക് ഈ കോളേജിൽ പഠിക്കണ സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടുവെച്ചുകൂടായിരുന്ന? എനിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നണുണ്ട്. പക്ഷെ അന്ന് ഈ പഠിത്തത്തിന്റെ തിരക്കല്ലേ. പിന്നെ അത് മാത്രമല്ല, അമ്മ കുഞ്ഞിലേ മരിച്ചേ പിന്നെ അച്ഛനല്ലേ എന്നെ വളർത്തിയത്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. ചെറുപ്പത്തില് തന്നെ എന്റെ അമ്മ മരിച്ചതാണല്ല. അപ്പൊ അച്ഛന് നിർബന്ധം നല്ലൊരു കാര്യം തന്നെ നടത്തണമെന്ന്. വീട്ടിലും വേറെ ആരും ഇല്ലേ. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോ ഈ 3 കാര്യവും നാട്ടുകാർ മുടക്കിന്നാ പറയണത്. അയ്യോ, മര്യാദക്ക് ആ കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരെങ്കിലും പ്രേമിച്ചാ പോരായിരുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മളെയൊക്കെ ആരെങ്കിലും പ്രേമിക്കണ്ടേ. എന്താ കാണാൻ അത്ര മോശമാണ്? ഒരു മെനയുണ്ടായില്ലല്ല. ഇപ്പൊ ഈ ജോലിയൊക്കെ കിട്ടിയപ്പോഴല്ലേ ഒരുവിധം വെട്ടം വെച്ചത്. ശരിയാണ്, അന്ന് സോഡാ കുപ്പി പോലെ. അന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടായില്ലേ. അല്ലെങ്കിൽ ഞാൻ മണ്ടുവിനെ പ്രേമിച്ചാനെ. എന്റെ വീടിന്റെ മുമ്പിൽ കൂടിയല്ലേ മണ്ടുവും ഷീജയൊക്കെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പറയാൻ ധൈര്യം കിട്ടിയില്ല. കൊള്ളാലോ. അന്നത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇവിടെ വരണ്ടായിരുന്നു. ഗ്യാസിന്റെ ഗുളിക വീട്ടിലിരുന്ന് എഴുതി തന്നാ പോരായിരുന്നു. ചെല്ല് എന്നാ ഈ മരുന്ന് മേടിച്ച് കഴിക്കട്ടെ. അപ്പൊ ഇത് ഈ മുകളിൽ എഴുതിയാണ് വെറും വയറ്റിലെ കഴിക്കണമല്ലേ? അപ്പൊ ഞാൻ രാവിലെ കഴിച്ചിട്ട് ഒരു 3 മണിക്ക് വരാം. അല്ല, ഒന്ന് കാണാലോ, ആശ്വാസം ഉണ്ടെ പറയാല്ല. 5 ദിവസം കഴിഞ്ഞ് വന്നാ മതി. എന്നാ ആ ഫോൺ നമ്പർ ഒന്ന് എഴുതി തരും, എന്തെങ്കിലും സംശയം ഉണ്ടെ വിളിക്കാല്ലോ. ഇപ്പൊ ഇതിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാ മതി. എഴുതിക്കോ. ഇതിലുള്ളത് വിളിച്ചാ മതി. മതി. അതിൽ അച്ഛൻ ആരെങ്കിലും എടുത്താലേ. അല്ല, വേറെ ആരെങ്കിലും വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. വേറെ പേഷ്യൻസ് ഒന്നും ഇല്ല പുറത്ത്. സത്യത്തിൽ എന്താ പ്രശ്നം? എന്നാ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഐ ലവ് യു പറഞ്ഞേക്കായിരുന്നു.